നമുക്കൊരു സ്പെഷ്യൽ പേട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് പാലും അവിലും ചേർത്തിട്ടാണ് നമ്മൾ ഈ പേട ഉണ്ടാക്കാൻ പോകുന്നത്. 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 2 കപ്പ് പാലിന് ഞാനൊരു 1.5 കപ്പ് വൈറ്റ് അവിൽ, വെള്ള അവിൽ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ½ ആൻ അവർ ഈ വെള്ള അവിലൊന്ന് ഈ പാലില് കുതിർത്ത് വെക്കണം. അപ്പോഴതൊന്ന് സോഫ്റ്റ് ആവും. വെള്ള അവില് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ നൈസായിട്ടുള്ള വൈറ്റ് അവിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇനിയിലേക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, 1.5 കപ്പാണ് ഈ വൈറ്റ് അവിൽ എടുത്ത ഞാൻ. 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഈ വൈറ്റ് അവില് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് മിനിമം ഒരു ½ ആൻ അവറെങ്കിലും ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചു കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനൊരു ½ കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാൽപ്പൊടി, മിൽക്ക് പൗഡർ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇപ്പൊ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഇട്ടിളക്കാൻ പോകുന്നത്. ഓക്കെ, വലിയ ടേബിൾ സ്പൂൺ തന്നെ ആയിക്കോട്ടെ. 3 ഇട്ട് ഇളക്കി നോക്കിയിട്ട് എത്ര അതിൻ്റെ ഒരു തിക്നെസ് നോക്കിയിട്ട് നമുക്കിനി വേണമെങ്കിൽ ഒന്നുകൂടെ ചേർക്കാം. എനിക്കൊന്ന് ഒരു ടേബിൾ സ്പൂൺ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഒരു ടേബിൾ സ്പൂണും കൂടെ ഇട്ട് നോക്കാൻ പോവാണ്. തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു ടേബിൾ സ്പൂണും കൂടെ ലാസ്റ്റ്. അപ്പോൾ ഞാനങ്ങനെ ഒരു 5 ടേബിൾ സ്പൂൺ ഇപ്പോൾ പാൽപ്പൊടി ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര മതി. ഒക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവില് നല്ലോണം സോക്കായി വന്നിട്ടുണ്ട്. ഇത്ര മതി. ഞാനൊരു ½ ആൻ അവർ വെച്ചപ്പോൾ അത് ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർക്കാൻ പോവാണ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഫ്ലെയിമിലൊന്നും വെച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് പൗഡർ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും നമ്മൾ എന്ത് ചെയ്യാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളിതിനെ ഗ്യാസിൽ വെച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കണം. ഓക്കെ, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഇളക്കുന്നത് നമ്മൾ നിർത്തരുത്. കാരണം പെട്ടെന്ന് അടി പിടിച്ചു പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ആദ്യം ഒന്ന് പാല് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, തിളയ്ക്കുന്നുണ്ട്.
നല്ലോണം തിളച്ച് പൊന്തി വരുമ്പോൾ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ പതച്ച് തൂക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പതച്ച് മേലെ എത്തുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് വീണ്ടും അത് ഇളക്കി കൊടുക്കുക. വീണ്ടും ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വറ്റിച്ച് ചെറുതാക്കി കൊണ്ടുവരണം. ഓക്കെ. തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു 2 ടേബിൾ സ്പൂൺ നോർമൽ വാട്ടറിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ മിക്സ് നമ്മൾ ഈ പാലിലേക്ക് ചേർക്കാൻ പോവാണ്. ഈ മിക്സ് ചേർത്ത ശേഷം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ടയാവും. വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വന്നാലും ഈ സൈഡിലൊക്കെ കട്ട പിടിച്ചിരിക്കുന്നത് എടുക്കുമ്പോൾ തന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കാണാം നിങ്ങൾക്ക്. എനിക്കൊന്ന് 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇട്ട് വരുന്ന ആകുന്നവരെ ഇതെന്ത് ചെയ്യാം, ഇളക്കി കൊടുക്കാം. ഓക്കെ. പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. ഇപ്പം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കെ. ഇതൊക്കെ സൈഡ്സിനൊക്കെ വിട്ട് വന്നിട്ടുണ്ട് നല്ലോണം. അപ്പം നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 2-3 മിനിറ്റ് അതിൽ തന്നെ ഒന്ന് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക്, അതാണ് ബെറ്റർ, സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നല്ലോണം സെറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിൽ അത് മുറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കുകയോ ചെയ്യാം. റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഞാനൊരു ഷുഗർ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്യുന്നു. സ്പെഷ്യൽ മിൽക്ക് അവിൽ പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്.